ഹലോ. രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കുറച്ച് നേരം മുറ്റത്ത് നിന്ന് ആസ്വദിച്ചിട്ട് നേരെ അകത്ത് കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുപോലെ ഇരുന്ന് ശാന്തമായിട്ട് ചായ കുടിക്കാതിരിക്കുന്നത്? കാരണം ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ഭയങ്കര സുഖമായിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം മൂടൊന്നും ഇരിക്കാൻ സമയം കിട്ടത്തില്ല. ജോലിയോട് ജോലിയായിരിക്കും. അതുകൊണ്ട് ഞാൻ കരുതി രാവിലെ കുറച്ച് നേരം ചുമ്മാ ഇരിക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ റംസാൻ്റെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇന്നലെ ഞാൻ ഇതൊക്കെ ഒട്ടിച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചു. എനിക്കത്ര ഫിനിഷിംഗ് ഒന്നും കിട്ടിയില്ല. നമ്മൾ കടയിൽ അവർ ഗിഫ്റ്റൊക്കെ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് തരും. അതുപോലെയൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഗിഫ്റ്റൊക്കെ ഇന്നലെ രാത്രി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ അത് കവറിലോട്ടൊക്കെ ആക്കി. ഞാൻ റംസാൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് മേടിച്ചത് ഒരു പാവാടയും ഉടുപ്പുമായിരുന്നു. പിന്നെ ഒരു മുട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അവൻ്റെ ആൻറ്റിക്കും ബസ്സിൽ ആൻറ്റിക്കും ടീച്ചറിനും ഫാദറിനും കൊടുക്കാനുള്ളതാണ്. അത് കേക്കും നട്ട്സും ഒക്കെയാണ്. അപ്പം അതൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചു. എല്ലാം സെറ്റപ്പായിട്ട് പിന്നെ നേരെ റംസാൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ എടുത്തു വെച്ചു. ഇന്ന് സ്നാക്സ് നമ്മൾ അവരുടെ ഫ്രണ്ട്സിനും കൂടെ എന്തെങ്കിലും മധുരം കൊടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി കണക്കിന് അങ്ങനെയുള്ളത് വേണം കൊടുത്തു വിടാമെന്ന് പ്രത്യേകം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തു വിട്ടത് ലഡു ജിലേബി മേടിച്ചു. പക്ഷെ അവന് വേണ്ടാന്ന് പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നു. ഞാൻ ലഡു കൊണ്ടുപോകില്ല, എനിക്കത് വേണ്ടാന്ന്. പിന്നെ ഞാൻ ലഡുവിനെടുത്ത് വെച്ചിട്ട് ജിലേബിയും വേഫറുമാണ് കൊടുത്തു വിട്ടത്. പിന്നെ ഇതാണ് അശ്വൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ബസ് വരാറായി. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കൂടെ താങ്ങി പിടിച്ച് നേരെ റോഡിലോട്ട് പോയി. തിരിച്ചു വന്ന് വേഗം കുളിച്ച് ഞങ്ങൾ ഇനി കാട്ടാക്കട ചന്തയിൽ പോകണം. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ അത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.